പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കുടപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ കറി വയ്ക്കുന്നത്. അപ്പോൾ ഈ മീൻ നന്നാക്കുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് കണ്ടു നോക്കൂ. അറിയാത്തവർക്ക് നന്നാക്കി പഠിക്കാനായിട്ട് നല്ല എളുപ്പമാണ്. നമ്മളത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി വയ്ക്കാനായിട്ട് പോവാം വീഡിയോയിലേക്ക്. കറി വയ്ക്കാനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം, കുറച്ച് സവോള ഇട്ട് കൊടുക്കാം, കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളെ സവോളയും ഉള്ളിയും എല്ലാം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് പൊടികളൊക്കെ നമ്മൾ ആവശ്യത്തിന് ചേർക്കുക. ഇത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ കുറേശ്ശെ എടുത്തിട്ടുള്ളൂ, ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. തിളച്ചിട്ടുണ്ട്. നമുക്കിനി പുളി ചേർത്ത് കൊടുക്കാം. നല്ല പച്ചപ്പുളിയാണ്. കറി നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അങ്ങനത്തെ പുളിയൊക്കെ ഇട്ട് ഇങ്ങനെ കറി വെച്ചാൽ സൂപ്പർ അടിപൊളി കറിയാവും. 2 മിനിറ്റ് ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. നമുക്കിനി മീൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ വലിയ കഷ്ണങ്ങൾ മാത്രമേ നമ്മൾ കറി വയ്ക്കാൻ എടുത്തിട്ടുള്ളൂ. ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചിട്ട് വരാം. നമ്മൾ ഇത്ര തേങ്ങ എടുത്തിട്ടുണ്ട്, നമുക്ക് അരച്ചിട്ട് വരാം. നമുക്കിനി തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തേങ്ങ ലാസ്റ്റ് അരച്ചൊഴിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് നമ്മുടെ മീനിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ നമ്മുടെ മീൻ നല്ല ഉപ്പും പുളിയും പിടിച്ച് കിട്ടും. നമുക്കിനി തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. വെള്ളം വേണമെങ്കിൽ നമുക്ക് ഇത്തിരി ഒഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ കറി വെന്തിട്ടുണ്ട്. നമ്മുടെ മീനൊന്നും ഉടഞ്ഞു പോയിട്ടില്ല കണ്ടോ. നല്ല അടിപൊളി കറിയാണ്. എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ലൈക്കും ഷെയറും ഫോളോ ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. താങ്ക് യു.